കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ i20 ആണിത്. അപ്പോൾ ഈ i20ൻ്റെ അകത്ത് നമ്മൾ സെക്കൻഡ് എടുത്തതായിരുന്നു ഈ വണ്ടി. അപ്പോൾ ഈ i20ൻ്റെ അകത്ത് കുറേ മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നമ്മളൊരു റീസ്റ്റോറേഷൻ എന്നല്ല, ഒരു അത്രമാത്രം പറയാനില്ല, എന്നാലും നമുക്ക് കുറച്ച് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇതിൽ തന്നെ കുറേ വർക്ക് ഇപ്പോൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ മാറ്റാം. ഈ ഒരു മ്യൂസിക് സിസ്റ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് പൊളിഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളത്. അപ്പോൾ ഈ സാധനം നമുക്ക് എന്തായാലും മാറ്റണം. ഇത് കെൻവുഡിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം വർക്കിംഗ് അല്ല. നമുക്ക് നമ്മളെ സ്പീക്കേഴ്സ് നമുക്ക് ഏകദേശം വർക്കിംഗ് കണ്ടീഷനിലാണെന്നുള്ളത്. അപ്പോൾ ഈ സാധനം നമുക്ക് മാറ്റിയിട്ട് ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ എങ്ങനെ നമുക്കിതിൽ ചെയ്യാം. അപ്പോൾ അതിന് ഏകദേശം ഒരു നല്ലൊരു എമൗണ്ട് തന്നെ വരും. ഒരു 10-14 എബവ് എന്തായാലും വരും, കുറച്ച് നല്ലൊരു സാധനത്തിന് തന്നെ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെതറിൻ്റെ കുറച്ച് മെറ്റീരിയലെല്ലാം നമുക്ക് മാറ്റാനുണ്ട്. അതേപോലെ സീറ്റ് കവേഴ്സും നമുക്കിത് മാറ്റിയിട്ട്, ഇത് കമ്പനി സീറ്റ് കവേഴ്സ് തന്നെ വരുന്നത്. അപ്പോൾ ഈ കമ്പനി സീറ്റ് കവേഴ്സ് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു കളറിലുള്ള ഇൻറ്റീരിയർ സീറ്റിങ്സ് തന്നെ നമുക്ക് ചെയ്യാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് വർക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇലക്ട്രിക്കൽ കേസിലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈപ്പറിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മോട്ടർ എന്തോ കംപ്ലൈൻ്റ് ആയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 3000 രൂപ സംതിങ് ആവുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസേൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ വൈപ്പർ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വർക്ക്ഷോപ്പ് കൊടുത്ത സമയത്ത് അവരെന്തോ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് തൽക്കാലം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം വേറെ ഒരു ഇഷ്യൂ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, ഈ അടിയിലുള്ള ഒരു ക്ലോക്ക്, നമ്മൾ വണ്ടി കംപ്ലീറ്റ് ഓഫ് ആക്കിയിട്ട് നമ്മൾ കീ ഊരിയിട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ അന്ന് ലൈറ്റ് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അന്ന് വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ചെറിയൊരു ലൈറ്റ് ആയിരുന്നു ഉണ്ടായത്. പിന്നെ ഞാൻ 3-4 ദിവസം വണ്ടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ 3-4 ദിവസം കൊണ്ട് തന്നെ ബാറ്ററി മൊത്തം ഡൗൺ ആയിട്ട് വണ്ടി പിന്നെ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ വേറെ ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് അത് നോക്കിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നമുക്ക് ക്ലോക്ക് നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് വെക്കാമെന്ന് തൽക്കാലം ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതേപോലെ നമുക്ക് വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതുമാതിരി ഓപ്പൺ പാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ വയർ ഡിസ്കണക്ട് ചെയ്തിട്ട് ഉള്ളത്. പക്ഷേ ഇത് എന്തിൻ്റെയാണെന്നും കൂടി എനിക്കറിയില്ല കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻസിൽ നിങ്ങൾ ഷെയർ ചെയ്തെന്ന സാധനം എന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റീരിയർ വാഷ് എന്തായാലും ചെയ്യാനുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എല്ലാം ഒരു കോലത്തിലാണെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഡോറിൻ്റെ നിങ്ങൾക്ക് ആ കേസിങ്ങെല്ലാം കണ്ടു കഴിഞ്ഞാൽ തിരിയും ഫുള്ള് ചേറ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരുപാട് ക്ലീനിങ് വർക്ക് നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ മുകളിലുള്ള പോർഷനും നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ഈ സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഡോറിൻ്റെ എല്ലാം ഒരു കോലം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. എക്സ്റ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളെ മുമ്പത്തെ ഹെഡ്ലൈറ്റ് മൊത്തമായിട്ട് ഡിമ്മായിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് മൊത്തമായിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ലൈറ്റ് പോലെ ആക്കാനുണ്ട്. 2 സൈഡിലുള്ള 2 ലൈറ്റും ഏകദേശം ഇതേപോലെ തന്നെ ഉള്ളത്. അപ്പോൾ ഈ ലൈറ്റിങ് നമുക്ക് മൊത്തമായിട്ടൊന്ന് പോളിഷ് ചെയ്തിട്ട് വൃത്തിയാക്കി എടുക്കാനുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ വീലിൻ്റെ കേസിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളർ നമുക്ക് മാറ്റിയിട്ട് നല്ല ഒരു ചോപ്പ് പെയിൻറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാനുണ്ട്. അതേപോലെ അലോയ് വീലിനും നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് പുറമേ തന്നെ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ പെയിൻറ്റ് തന്നെ അടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും യൂട്യൂബിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഒരുപാട് വയർ ഇതിൻ്റെ അകത്തുണ്ട്. കുറേയെല്ലാം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത വയറുകളാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ മുന്നേ സ്പീക്കേഴ്സ് എങ്ങാനും വെച്ചതിൻ്റെ നിങ്ങൾ വയറും കാര്യങ്ങളെല്ലാം ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്ത വയറുകളെല്ലാം നമുക്കിതിൽ ഒഴിവാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ലോ ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ ഈ വണ്ടി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ വർക്കുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കുറച്ചും കൂടി വൃത്തിയാക്കി എടുക്കണം വണ്ടിയെ. അപ്പോൾ കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും ലെവലിൽ നമ്മൾ പോകുന്നില്ല. നമുക്കിപ്പോൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത് എത്ര ഏകദേശം പൈസ വരുന്നുള്ള കാര്യം നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ പൈസ വരുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന സമയത്ത് നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഏകദേശം ഇത്ര എമൗണ്ട് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.